രാത്രിയാകുമ്പോൾ ഒരു തബാറക്കും ഇതാവക്കായത്തും സൂറത്തു സജീദൊക്കെ കേൾക്കുമ്പോൾ ദുഃഖാനൊക്കെ കേൾക്കുമ്പോൾ പൊതുവേ അങ്ങനെയല്ലേ ധരിക്കുക. അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല സന്തോഷമായി, അടുത്ത് കിട്ടിയ ആൾ തന്നെ നല്ല ആളായിപ്പോയല്ലോ. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്നുണ്ടൊരു കുപ്പി എടുക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഇത് നജസാണല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചല്ല, ഇത് നിങ്ങളല്ലേ നേരത്തെ തബാറക്കിതാവാക്കാത്തേക്ക് പോയി ആമുഖമായിട്ട് എന്താ പോയി കുടിക്കുന്നത്, വല്ല മരുന്നാണോ? ഇത് ഹംറല്ലേ, ഇത് പാടില്ലല്ലോ, നേസല്ലേ, ഇതാണോ നിങ്ങൾ ഖുർആൻ ഓതിയ നാവിലൂടെ കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഇത് ആ ഖുർആനിലും ഹദീസിലും പറഞ്ഞ അതല്ല, ഇത് പേര് വേറെ, ഇതിന്റെ പേര് ബീർ എന്നാണ്, ഇതിന് ആ ഹംറ എന്ന് പറയില്ല. അന്ന് തങ്ങൾ പറഞ്ഞു ഉമ്മത്ത് എങ്ങനെ അത് ഹലാലാക്കുന്നു? സ്വഹാബത്ത് ചോദിച്ചു, വഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന, ഖംറിന്റെ വിഷയത്തിൽ എന്താണ് ഖുർആനിൽ വിശദീകരിക്കാത്തത്? എല്ലാം അല്ലാഹു വ്യക്തമാക്കി വിശദീകരിച്ചില്ലേ? എന്തിനാണത്? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ. പിശാച് ഖംറിലൂടെ ലക്ഷ്യമാക്കുന്നത് നിങ്ങൾക്കിടയിൽ കലഹം സൃഷ്ടിക്കാനാണ്, കുടുംബ കലഹം, ചേരികളിൽ പ്രത്യേകമായി കലഹം രൂപപ്പെടുത്താൻ, അനൈക്യമുണ്ടാക്കാൻ, വിദ്വേഷമുണ്ടാക്കാൻ, അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന്, ചിന്തയിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയാൻ, നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ, അതല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവനില്ല എന്ന് അല്ലാഹു തആല ഇത്രയും വിശദീകരിച്ചിട്ടും ആളുകൾ പറയുന്നു, നോക്ക് നിങ്ങൾ, അത് വേറെയാണ് ഇത് വേറെയാണ്. രണ്ടും ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുകയില്ലേ സഹോദരങ്ങളെ? എത്ര വ്യക്തമായിട്ടാണ് ഈ രൂപം കാണുന്നത്. വിഷയമല്ലാത്ത രൂപത്തിൽ ആളുകൾ കണ്ടില്ലേ നിങ്ങൾ കുടിക്കുന്നതും നടക്കുന്നതും? ആണുങ്ങൾ മാത്രമല്ലല്ലോ, പെണ്ണുങ്ങൾ പോലും. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ന്യൂ ഇയറിന് പത്രത്തിൽ വന്ന ഫോട്ടോ നിങ്ങൾ മറന്നുപോയോ? മുസ്ലിം സഹോദരിമാരുടെ ഫോട്ടോയല്ലേ വന്നത്? മദ്യപാനം നടത്തിയിട്ട് കറങ്ങുന്നതും ആടുന്നതും മിനുങ്ങുന്നതും. എന്തൊരു ചിത്രമാണ് വന്നത്! അത് ഇസ്ലാമിനുള്ളൊരു വെല്ലുവിളി പോലെയല്ലേ ആ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്? ഇവിടെയാ ഞാൻ പറഞ്ഞു വന്നത്, നല്ല ഇൽമും തഖ്വയുമുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ വളർന്നു വരണം. അപ്പോഴേ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിഷയമാണ് ഇൽമ്. ഇൽമ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? അതിനേക്കാൾ ഇഷ്ടമുള്ള വലിയ അമല് വേറെയുണ്ടോ? ഇല്ല. ഏറ്റവും ഇഷ്ടമുള്ള അമലായി തങ്ങൾ തെരഞ്ഞെടുത്തതും സ്വഹാബത്തിനെ പഠിപ്പിച്ചതും സ്വഹാബത്തിനെ സ്ഥാനം കൊടുത്തതും അതല്ലേ? സ്വഹാബിമാരെ കൂട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠനം നടത്തിക്കൊടുക്കാൻ വിട്ട സ്വഹാബിമാർക്ക് എന്തൊരു ബഹുമാനമാണ്. എന്റെ കാലശേഷം 6 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ ഓത്ത് പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ മഹാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവർക്ക് എന്തൊരു ബഹുമാനമായിരുന്നു സ്വഹാബത്തിനിടയിൽ. കാരണം അവരിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ ആരാ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠനത്തിന് നിശ്ചയിച്ച ഇമാമുകൾ എന്ന നിലക്ക് വലിയ ബഹുമാനമാണ് അവർക്കുണ്ടായിരുന്നത്. ആ ബഹുമാനം കണക്കുകൂട്ടിയാണ് മദീന പള്ളിയിൽ തറാവീഹ് ജമാഅത്തായി സംഘടിപ്പിക്കപ്പെട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ തറാവീഹിന് ഇമാമായി നിർത്തിയത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ 6 ആളിൽപ്പെട്ട ഒരാളാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മഹാനവർകളാണ് തറാവീഹിന് നേതൃത്വം നൽകുന്നത്. വലിയ ഖാരിഉകളിൽപ്പെട്ട ഒരു മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം വന്ന ഒരു നിമിഷവും ഖുറായിൽപ്പെട്ട 70 ആളുകളെ റഅൽ ഗോത്രക്കാരും ദക്വാൻ ഗോത്രക്കാരും ഉസയ്യ ഗോത്രക്കാരും ബനൂ ലഹിയാൻ ഗോത്രക്കാരും ഞങ്ങൾക്ക് പഠിപ്പിക്കാനും സഹായത്തിനൊക്കെ ആളെ വേണമെന്ന് പറഞ്ഞപ്പോ
മുന്തിയ ഓത്തറിയുന്ന 70 ആളുകളെ കൂടെ വിട്ടുകൊടുത്തു. പക്ഷേ മദീനത്തുനിന്ന് പോയിട്ട് അവരെ നാട്ടിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ ചതിപ്രയോഗിച്ച് ഈ ഖുർആനവർ കൊന്നുകളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവർക്കെതിരെയല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1 മാസക്കാലം ഖുനൂത്ത് ഓതിയത്? 5 വക്ത് നിസ്കാരത്തിലും ഖുനൂത്ത് ഓതിയില്ലേ? അത് ചെറിയൊരു സങ്കടമല്ല. ഒരു ഖബർ കുഴിച്ചിട്ട് 2 ആളുകളെ ഖബറിലേക്ക് വെക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാനം നൽകിയത് ആർക്കാണ്? ഗോത്രത്തലവൻ ആരാണ് എന്നല്ല ചോദിച്ചത്, കൂടുതൽ വയസ്സൻ ആരാണ് എന്നല്ല ചോദിച്ചത്. അയ്യുഹും അക്സറു അഖ്ദൽ ലിൽ ഖുർആൻ. ശുഹദാക്കളിൽ 2 ആളെ ഒരു ഖബറിലേക്ക് വെക്കേണ്ട സാഹചര്യം വരുമ്പോ സ്വഹാബത്തിനോട് ചോദിക്കുന്നത്, ഈ ആളുകളിൽ കൂടുതൽ ഖുർആൻ സ്വീകരിച്ച് ഇൽമുള്ള ആള് ആരാണ്? ആരാണ് കൂടുതൽ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്? ഫഇദാ ഉശീറ ഇലാ അഹദിഹിമാ, ഒരാളിലേക്ക് സ്വഹാബത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഖദ്ദമഹു ഫിൽ ലഹദി, ആദ്യമായി മുന്തിക്കുന്നത് ആ മഹാനയാണ്. ഒരു ഖബറിലേക്ക് 2 ആളെ വെക്കുന്ന സാഹചര്യം വരുമ്പോ, 3 ആളെ വെക്കുന്ന സാഹചര്യം വരുമ്പോ മുൻഗണന കൊടുക്കുന്നത് ഏറ്റവും അധികം ഇൽമുള്ളവർക്കാണ്. അതേ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അവസാനം നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കലാണ്. ആമുഖമായി ഞാനൊരു വിഷയം പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ കുടുംബത്തിലുള്ള അശ്രദ്ധകളൊക്കെ മാറാൻ, അജ്ഞതകൾ നീങ്ങിക്കിട്ടാൻ ഇനിയും ഉലമാ, നല്ല ധൈര്യമുള്ള ഇൽമും തഖ്വയുമുള്ള നല്ല ഉലമാ പിറക്കണം. ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്ന ഉലമാക്കൾ ഇനിയും പിറക്കണം. സുബ്ഹാനല്ലാഹ്. അതിന് മുതഅല്ലിമീങ്ങൾ നന്നായി വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനാണ് ഇതുപോലെയുള്ള നല്ല നല്ല ദർസുകളൊക്കെ വളരുന്നത്. ദർസ് നടത്തുന്ന ഉസ്താദുമാർക്കും അതിനെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ഖൈറും ബറക്കത്തും ഏറെ അല്ലാഹു തആല ചൊരിയുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ് ഇൽമിനെ സഹായിക്കുക എന്നത്. നിങ്ങളെ സമ്പത്തിൽ ബറക്കത്ത് വേണോ? സന്താനങ്ങളിൽ ബറക്കത്ത് വേണോ? വീടുകളിൽ ബറക്കത്ത് വേണോ? അതിനൊരു പ്രധാനപ്പെട്ട സംഗതി ഇൽമു പഠിക്കാൻ വേണ്ടി മുതഅല്ലിമീങ്ങളെ അയക്കുക. അത് ബറക്കത്തുണ്ടാകാൻ ഒരു കാരണമാണ്.